നമസ്കാരം. എല്ലാവർക്കും കാത്തൂസ് ഫ്രെയിമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒത്തിരി സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പുതിയൊരു വീഡിയോ നമ്മുടെ ചാനലിലിടുന്നത്. നമ്മളെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്കും നമ്മുടെ കുറേ അധികം ഫ്രണ്ട്സിനൊക്കെ അറിയായിരിക്കും റീസൺ എന്താണ്. നമ്മൾ ഭയങ്കര ഒരു തിരക്കിലായിരുന്നു. കാരണം നമ്മുടെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം നമ്മളെടുത്ത് അതിൻ്റെ പുറകെയുള്ള ഓട്ടപ്പാച്ചിലായതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. എക്സ്ട്രീംലി സോറി. അപ്പോൾ ഞങ്ങൾ ഈ പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയായി കാണും. 5 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അമ്പലപ്പുഴയിൽ നിന്ന് ഇറങ്ങി 6 മണി 6:20 ഒക്കെ ആയപ്പോൾ ഞങ്ങളിത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് ഞങ്ങൾക്ക് 6:50 വന്ദേ ഭാരതിൽ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. എങ്ങോട്ടേക്കാണ്, എന്തിനാണ് എന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങളും പോരെ ഞങ്ങളുടെ കൂടെ. C13 ഞങ്ങൾ യാത്ര പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. മുണ്ടക്കയത്ത് നിന്നും ഞങ്ങൾ താമസം മാറുകയാണ് തൃശ്ശൂരിലേക്ക്. അങ്ങനെ കുറച്ച് ദിവസം മുമ്പ് അച്ഛനും സ്നോജിയും കൂടെ പോയി വീടൊക്കെ കണ്ടു. പിള്ളേരുടെ അഡ്മിഷനൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ വീട് കാണണമല്ലോ. അപ്പോൾ ഞാനും മമ്മിയും കൂടി വീട് കാണാൻ വേണ്ടി, പിള്ളേരും കൂടി വീട് കാണാൻ വേണ്ടി തൃശ്ശൂരിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ പിള്ളേരുടെ സ്കൂളിൽ പോയി അവരുടെ ബാക്കിയുള്ള അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണിത്. വന്ദേ ഭാരതിലാണ് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആദ്യമായിട്ടാണ് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നത്. അപ്പം എന്താണ് വന്ദേ ഭാരത്, അതിൻ്റെ അകത്തെ ഫെസിലിറ്റീസൊക്കെ എന്തൊക്കെയാണ്, ഫുഡൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ നല്ലൊരു കൗതുകമുണ്ട്. വന്ദേ ഭാരതിലെ വിശേഷങ്ങളായിരിക്കും നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത്. Your attention please. Train number 20634 Trivandrum Kasaragod Vande Bharat Express via Kottayam, Ernakulam Town, Shornur will arrive shortly on Cheyanur Station, platform number 3. यह कृपया ध्यान दीजिए, गाड़ी नंबर 2063 तिरुवनंतपुरम से कोट्टयम, एर्नाकुलम टाउन, शोरनूर होकर कासरगोड तक जाने वाली वंदे भारत एक्सप्रेस चेयनूर स्टेशन प्लेटफॉर्म नंबर 3 पर आ रही है. Your attention please. Train number 20634 Trivandrum Kasaragod Vande Bharat Express via Kottayam, Ernakulam Town, Shornur is just arriving on platform number 3. यात्रा टाइम और शेड्यूल. ट्रेन नंबर 263 वांचनाथ एक्सप्रेस ചെങ്ങന്നൂർ സ്റ്റേഷൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് 5 മിനിറ്റിനോട് എത്തിച്ചേരുന്നതാണ്. गाड़ी नंबर 16303 एर्नाकुलम ट्रिवांड्रम वांचनाथ एक्सप्रेस थोड़ी ही देर में പയ്യെ प्लेटफॉर्म नंबर 1 पर आएगी. ആരും ഇല്ലെങ്കിൽ ഒന്നും ഇരിക്കുന്നില്ല.
शौचालयों का उपयोग करने के बाद फ्लश करना याद रखें। हम आपसे सहयोग का अनुरोध करते हैं। धन्यवाद। Dear passengers, please remember to flush after using the train lavatories. We kindly request your cooperation. ചൂടുവെള്ളമാണേ, അത് തിളച്ചോളാണേ, ശ്രദ്ധിച്ചോണേ. ബാഗ് ഒന്ന് മാറ്റി തട്ടല്ലേ വെള്ളം. എന്താ നോട്ട് വെജ് ബ്രേക്ക്ഫാസ്റ്റ് ആണോ? ആണോ? ഫുഡ് വന്നു, ഫുഡ് വന്നു. എന്തൊക്കെയാണ്? മാറി മാറിയാ എന്താ? ഏതാ മുട്ടക്കറിയോ? ഇടിയപ്പം, കേസരി, മുട്ടക്കറി, വട, പിന്നെ ഒരു ജ്യൂസുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അമ്മയ്ക്ക് വേണ്ട. നിങ്ങൾ ഇവിടം വരെ കണ്ടല്ലോ. ഇവിടം വരെ കണ്ടതിൽ ഡബിൾ ഓക്കെയാണ് കേട്ടോ. വന്ദേ ഭാരതി നമ്മൾ കയറി കഴിഞ്ഞിട്ടുള്ള അവരുടെ ഒരു സർവീസും കാര്യങ്ങളും ഒക്കെ ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. നമുക്ക് ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. നല്ല വൃത്തിയുണ്ട്, ടോയ്ലറ്റിലൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. ആദ്യം തന്നെ നമുക്ക് കോഫിയും കാര്യങ്ങളും ഒക്കെ തരും, അതിനുശേഷം അവർ ബിസ്ക്കറ്റും തരും അതിൻ്റെ കൂടെ. പിന്നെ നമുക്ക് കഴിക്കാനായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. കാരണം നമ്മൾ രാവിലെയാണല്ലോ 6:50 ട്രെയിനല്ലേ നമ്മൾ പോകുന്നത്. 9 മണിയാകുമ്പോൾ നമ്മൾ തൃശ്ശൂരിലെത്തും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ വെജും നോൺ വെജും ഉണ്ടാവും. നമ്മൾ നോൺ വെജും പറഞ്ഞു, വെജും പറഞ്ഞു. ഇടിയപ്പം, മുട്ടക്കറി, കേസരി, പിന്നെ ഒരു ജ്യൂസ്, ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത്. ഒന്നും പറയാനില്ല, നല്ല ഫുഡായിരുന്നു. നമുക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പിന്നെ അതിൻ്റെ അകത്ത് നല്ല വൃത്തിയാണ്. എസ്പെഷ്യലി ടോയ്ലറ്റ് വൃത്തിയായിരിക്കണം എന്നൊരു നിർബന്ധം എനിക്കുണ്ട്. എന്തായാലും നല്ല വൃത്തിയായിരുന്നു ടോയ്ലറ്റ്. എല്ലാം കൊണ്ടും നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു യാത്രയായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു വന്ദേ ഭാരത്. നമ്മളെ അറിയാവുന്നവർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അങ്ങനെ ഒരുപാട് പേർക്ക് ഒരു സംശയമുണ്ട്. വൈ തൃശ്ശൂർ? എന്തുകൊണ്ടാണ് മുണ്ടക്കയത്ത് നിന്നും തൃശ്ശൂരിലേക്ക് പോയത്? അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളതും നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള പല വിധത്തിലുള്ള കാരണങ്ങളും എല്ലാം നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മൾ പറഞ്ഞു തരും. കാരണം നമ്മുടെ പ്രേക്ഷകർ എന്ന് പറയുമ്പം നമ്മളെല്ലാവരും ഒരു കുടുംബമാണല്ലോ. അപ്പം നിങ്ങളെല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയണമല്ലോ. അപ്പം വരുന്ന വീഡിയോസിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ വടക്കുംനാഥൻ്റെ മണ്ണിൽ തൃശ്ശൂരിൽ ലാൻഡ് ചെയ്തു. ഇനി ഇവിടുന്ന് നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് നമ്മൾ ഒരു
ടാക്സി എടുത്തിട്ട് അതിലായിരിക്കും പോകുന്നത്. കാരണം എല്ലാവരും ഉണ്ടല്ലോ, പിള്ളേരൊക്കെ ഉണ്ട്, പിന്നെ പല സ്ഥലത്ത് നമുക്ക് പോയി വരാനായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നൊരു ടാക്സിക്കായിരിക്കും അങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മളെ എല്ലാവരും കൂടി ഇങ്ങനെ ടാക്സിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ കുറേ അധികം സമയം നമ്മൾ നിൽക്കേണ്ടി വന്നു. കാരണം പരിചയമില്ലാത്തൊരു സ്ഥലമാണല്ലോ. അവിടെ ടാക്സി സ്റ്റാൻഡ് എവിടെയാണ്, പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പം കുറച്ചധികം സമയമായി. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും പിള്ളേരും കൂടി ഇങ്ങനെ നിന്നപ്പോൾ നല്ലൊരു കാഴ്ച കണ്ടു. ഞങ്ങൾ നിന്നത് റെയിൽവേ ക്വാർട്ടേഴ്സിൻ്റെ എൻട്രൻസിൻ്റെ അവിടെയാണ് നിന്നത്. അപ്പം ഭയങ്കരമായിട്ട് കിളികളുടെ ശബ്ദം കേൾക്കുന്നു. നോക്കുമ്പം ഒരു പുളിമരം പോലൊരു വലിയ മരത്തിൽ ഫുള്ള് ആ മരം പൊതിഞ്ഞ് ദേശാടന പക്ഷികൾ ഇങ്ങനെ ഇരിക്കുക. അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് അവരുടെ ഫാമിലി ഫുള്ളുണ്ട്. ആ മരം ഫുള്ള് ഭയങ്കര ശബ്ദമായിരുന്നു, കിളികളുടെ ശബ്ദവും. നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു അത്.